പാലക്കാട് കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലിനും രൂക്ഷ വിമർശനം. ചിലർ ഇതാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കുന്നു, ചിലർ ഞാനാണ് സ്ഥാനാർത്ഥിയെന്ന് പറയുന്നു എന്നൊക്കെയാണ് നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇത് ശരിയായ രീതിയല്ലെന്ന് DCCയുടെ താക്കീത്. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. ഇത് ആദ്യമായിട്ടല്ല പാലക്കാട് DCC രാഹുൽ മാങ്കൂട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സച്ചിൻ, നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും പാലക്കാടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ആരും ഇതിലെ വരണ്ട എന്ന് DCC മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. സ്ഥാനാർത്ഥി കുപ്പായം തുന്നി ഇറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻപിൽ പ്രതിസന്ധികൾ ഏറെയാണോ സ്വന്തം പാളയത്തിൽ? മനു, KPCC തെരഞ്ഞെടുപ്പിന് ശേഷം നിർവാഹക സമിതി യോഗം ചേർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലകളിൽ ഇന്നലെ യോഗം ചേർന്നത്. ഇതിലാണ് ഷാഫി പറമ്പിലിനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. കാരണം പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കാഴ്ചവെച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ആ വിജയത്തെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടുപേര് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയൊരു വിമർശനമാണ് KPCCയുടെ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ഉയർന്നത്. DCCയിൽ ചേർന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അടക്കമുള്ള ആളുകളാണ് ഷാഫിക്കും അതുപോലെ തന്നെ രാഹുലിനുമെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ചിലർ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തുകയും മറ്റു ചിലർ ഇയാളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുമാണ് പ്രചരണം നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ യോഗത്തിൽ ഉന്നയിച്ചത്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും ജില്ലയിൽ അനുവദിക്കില്ല എന്ന വലിയ രീതിയിലുള്ള താക്കീത് ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള പ്രചരണം ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഷാഫി പറമ്പിൽ വടകരയിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ചില ആളുകളുമായി രഹസ്യ ഗൂഢാലോചനയും അതുപോലെ തന്നെ KPCCയുടെ മുതിർന്ന നേതാക്കളെ അടക്കം കണ്ടു എന്ന വലിയ രീതിയിലുള്ള ഒരു വിമർശനം ആ സമയത്ത് തന്നെ ഉയർന്നിരുന്നു. KPCCയുടെ A ഗ്രൂപ്പിൻ്റെ ചില നേതാക്കളുമായിട്ടാണ് അന്ന് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കൂടിയാലോചനകൾ നടത്തിയത്. മാത്രമല്ല, ചില സാമുദായിക നേതാക്കളെയും രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും കണ്ടിരുന്നു. അടുത്ത വടകരയിൽ ജയിക്കുകയാണെങ്കിൽ അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDFൻ്റെ സ്ഥാനാർത്ഥി രാഹുലാണ് എന്ന തരത്തിലായിരുന്നു. അത്തരത്തിലൊരു പിന്തുണ സ്ഥാനാർത്ഥിക്ക് വേണം എന്ന രീതിയിലായിരുന്നു രാഹുലിൻ്റെ നേതൃത്വത്തിൽ പ്രചരണം നടന്നത്. ഇതിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം പാലക്കാട് DCC യോഗത്തിൽ ഉയർന്നിട്ടുള്ളത്. കഴിഞ്ഞ തൽക്കാലത്തേക്ക് ആ വെള്ളം വാങ്ങി വെച്ചേക്കാനാണോ രാഹുൽ മാങ്കൂട്ടത്തിനോട് പാലക്കാട് DCC പറയുന്നത്? തീർച്ചയായിട്ടും മനു, അത്തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് DCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള നിരവധി നേതാക്കൾ ഇവിടെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള നിരവധി നേതാക്കൾ ഇവിടെ ഉണ്ടെന്നും അത്തരം ആളുകളെ ഒന്നും അവഗണിച്ചുകൊണ്ടാണ് ഷാഫിയുടെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ, സംഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് DCCയുടെ ഭാഗത്തു നിന്ന് ആരോപണം ഉയർന്നിരിക്കുന്നത്. കാരണം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ അടക്കമുള്ള ആളുകൾക്ക് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് പാലക്കാടുള്ള ആളുകൾ തന്നെ നിന്നാൽ മാത്രമേ പാലക്കാട് നിയമസഭയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വലിയ ആലോചനയും അങ്ങനെ ഒരു കാര്യം പാലക്കാട് DCC മുന്നോട്ട് വയ്ക്കുമ്പോഴും നമുക്കറിയാം, രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഷാഫി പറമ്പിലുമായും ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവുമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ DCCയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും നമ്മുടെ മുൻപിലുണ്ട്. ആ ആത്മവിശ്വാസമാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ, അല്ലെങ്കിൽ രാഹുലിനെ മുന്നോട്ട് നയിക്കുന്നത്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത ഉറപ്പിച്ചപ്പോൾ തന്നെ KPCC നേതൃത്വത്തെ ഷാഫി അറിയിച്ചിരുന്നു. ഞാൻ പറയുന്ന ആളെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം KPCCക്ക് മുന്നിൽ ഷാഫി അന്ന് വെച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫിയുടെ ഏറ്റവും വളരെ അടുത്ത അനുയായിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കും എന്ന ഒരു ഉറപ്പ് രാഹുലിന് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് മുതൽ രാഹുൽ ഇവിടെ
പ്രവർത്തനങ്ങൾ നടത്തിയതും. പക്ഷേ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് DCCക്ക് വലിയ രീതിയിലുള്ള വിയോജിപ്പാണുള്ളത്. കാരണം പത്തനംതിട്ടക്കാരനായ രാഹുലിനെ എന്തിനാണ് പാലക്കാട് പോലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്, പുറത്തുള്ള ഒരാൾ വന്നാൽ ഇവിടെ വിജയസാധ്യത കുറവാണ് തുടങ്ങിയ കാര്യങ്ങളാണ് KPCCയെ DCC നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. മനു. ശരി, ഓക്കെ.